രാഘവട്ടാ ആ മേശിരി ചന്ദ്രല്ലേ ഇലക്ട്രീഷ്യൻ പണിക്കൊക്കെ പോണത് ഇവിടെ എങ്ങാനും വന്നാള് എന്തേ ഒന്നും പറയണ്ടെന്നേ വീട്ടിലേ ആ മോട്ടർ കത്തിപ്പോയിട്ടേ അത് നേരാക്കി തരാന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനം മേടിക്കണം എന്നും പറഞ്ഞ് കാശ് മേടിച്ചു പോയതാ എത്ര ദിവസമായിട്ടും കാണാനില്ല ഫോൺ വിളിച്ചാട്ട് എടുക്കണില്ല ഞാൻ ഇപ്പൊ അവന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ആ വീടൊക്കെ അവൻ വിറ്റിട്ട് വേറെ എവിടെ താമസായി എന്ന് പറഞ്ഞു. അതെ നല്ലൊരു വീടായിരുന്നു അത്. ആ നല്ല വീട് വിറ്റിട്ട് ഒരു കിഴക്കോട്ട് തീട്ടപ്പറമ്പിൽ പോയി താമസിക്കും. എന്തെന്ന് പറയണ്ടല്ലോ. അല്ല അതിപ്പോ അവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ, അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. ഈശ്വരൻ തീരുമാനിക്കും ഓരോന്ന്, ഇവൻ എവിടെ താമസിക്കണം എങ്ങനെ ജീവിക്കണം എന്ന്. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോവാന്നല്ലാണ്ട് അതിപ്പോ അവന്റെ യോഗ അതാണ്. എവിടെ ഇപ്പൊ വീട് എവിടെ? അത് ഇവിടുന്ന് കിഴക്കോട്ട് പോയിട്ട് ആകെ ഒരു 3 മിനിറ്റേ കൊണ്ടു അടുത്തേക്ക്. കിഴക്കോട്ട് പോയിട്ട് ആടുന്ന് വടക്കോട്ട് ഒരു ഇടവഴിയുണ്ട്. 2-3 വീട് കഴിഞ്ഞാൽ ആടുന്ന് വീണ്ടും കിഴക്കോട്ട്. അല്ല ആദ്യം പോണ്ടത് ആദ്യം ഈ നേരെ റോഡിൽ പോവാം. ആടുന്ന് പിന്നെ വടക്കോട്ട് ഒരു ചെറിയ റോഡുണ്ട്, ഇട റോഡ്. ആ ഇട റോഡിൽ 2-3 വീട് കഴിഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് തന്നെ. പിന്നെ കിഴക്കോട്ട് കിഴക്കോട്ട് ആടുന്ന് പിന്നെ അത് വീണ്ടും പിന്നെ വടക്കോട്ട് തിരിഞ്ഞിട്ട് കുറച്ച് പോകാൻ 2-3 മിനിറ്റ് വേണ്ടു, 5 മിനിറ്റ് മാക്സിമം വേണ്ടു. രാഘവട്ടാ ഒന്നിന്റെ കൂടെ വരും, ആ വീടൊന്ന് കാണിച്ചു തരും. കടയിൽ ആളില്ലാന്ന്. 5 മിനിറ്റല്ലേ വേണ്ടു, ഒന്ന് കാണിച്ചതാ. കടയിലെ സാധനം ആരെങ്കിലും എടുത്തു കൊണ്ടുപോയില്ലേ, ഇക്കാലത്ത് ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. എന്റെ രാഘവേട്ട അതൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കൊള്ളുന്ന എന്റെ രാഘവേട്ട ഞാൻ ഒരു കാര്യം പറയട്ടെ. രാഘവേട്ട ഇപ്പൊ ജനിക്കുമ്പോ ഈ കടയൊന്നും ഉണ്ടായിരുന്നില്ല. രാഘവേട്ടന് ഇങ്ങനെ ഒരു കട വേണമെന്നും ആ കടയുടെ ഉള്ളിലിരുന്ന് കച്ചവടം ചെയ്ത് ജീവിക്കണം എന്നും ദൈവം തീരുമാനിച്ചാണ്. അതങ്ങനെ നടക്കൂ. ഇതെന്താ പ്രശ്നം? ഒക്കെ ദൈവം നോക്കിക്കോളൂ. രാഘവട്ടം നിന്റെ കൂടെ വാ. അതല്ല സുഗത, ഞാനില്ലാതെ കടയിൽ ആരെങ്കിലും ആള് വന്നാ ആ കച്ചവടം പോവില്ല, അവർ മടങ്ങി പോവില്ല എന്നെ കാണാത്തോണ്ട്. അയ്യോ എന്റെ രാഘവേട്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല. രാഘവേട്ടനെ കിട്ടാൻ വെച്ചത് രാഘവേട്ടനെ കിട്ടും. എല്ലാം ദൈവ നിശ്ചയാണ്. ഇനിയിപ്പോ രാഘവേട്ടൻ കട പൂട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കാന്ന് വെച്ചോ, അപ്പോഴും രാഘവേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് സാധനങ്ങൾ മേടിക്കും ആൾക്കാർ. എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നാ പോരെ, ദൈവം ആടെ കൊണ്ടു തരില്ലേ? അതെങ്ങനെ രാഘവേട്ട? രാഘവേട്ടൻ കടയിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് യോഗം. അതുകൊണ്ടാണല്ലോ ദൈവം ഇങ്ങനെ ഒന്ന് തീരുമാനിച്ചത്. രാഘവേട്ടൻ എന്റെ കൂടെ ഒന്ന് വാ. എന്നാ പോവാ. പോയിട്ട് നേരെ ആദ്യം കിഴക്കോട്ട് പോകണം. എന്ത് കളിക്കാനാ? എത്ര കാലായി? ഒരു 100 റുപ്യല്ലേ? ഒരു മാസായില്ലേ മായിട്ട് കരിങ്കോയി മാണോ മറ്റേ അമ്മമ്മ കോയിന് അമ്മമ്മ അറിയാണ്ട് പിടിച്ചതേ. ഞാൻ പൈസ ഇല്ല, ഞാൻ പറ്റിക്കൂല. ഈ ഒരു മാസമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുവല്ലേ? ഒരു കാര്യം ഞാൻ രാഘവട്ടോട് മേടിച്ചാ പൈസ ഞാൻ വിടുവല്ല, ഉറപ്പിഞ്ഞ. എന്നാ ചെല്ലി രാഘവട്ടനോട് എനിക്ക് പൈസ വേണോ? നിന്റെ പൈസ ഞാൻ തരും. എന്റെ പൈസ തരണോ? ഒരാൾ ഞാൻ പറ്റിച്ചു 100 കൂടി എന്നെ പറ്റിച്ചപ്പോ ഞാൻ എത്ര പ്രാവശ്യം ഈ രാജൻ വൈദ്യര് പറഞ്ഞു, ഈ കരിങ്കോയിന്റെ ഇറച്ചി എന്റെ ചോരയും കഴിച്ചു കഴിഞ്ഞാൽ തടിയൊന്നും ശളവും ബുദ്ധിയൊന്നും വികസിക്കുന്ന കഷ്ടകാലത്തിന് കരിങ്കോയിന്റെ ചോരയും ഇറച്ചി പറ്റത്തത് ഒരു കാര്യമില്ല. ഒരു മണ്ണാക്കട്ടയും വന്നിട്ടില്ല. എനിക്ക് 100 റുപ്യ വലിയ പൈസ. നീ രാജൻ വൈദ്യരോട് വിളിച്ചോ. രാജൻ വൈദ്യരെ കോയിൽ എന്റെ അമ്മമ്മന്റെ കോയല്ലേ? അതെയാ, എന്നാ പിന്നെ ഞാൻ എന്റെ ലോട്ടറി എടുത്തിട്ടുണ്ട്, അത് അടിക്കട്ട്. നിനക്ക് 100 അല്ല 500 ഞാൻ തരും. പണിയെ പൈസ വേണ്ടേ? സുധി, നീ വെറുതെ ആവശ്യമില്ലാണ് വർത്താനം പറയാ. പൈസ വേണം. സോഡ രാവട്ടിന് കിട്ടിയില്ല. സോഡ വേണം, സോഡ. സോഡയുണ്ട്. സോഡയും പിന്നെ ലൈസ് വേണം 5 എണ്ണം. ലൈസ് 5 എണ്ണ. പിന്നെ പറഞ്ഞോട്ടെ. പിന്നെ ഇത് വേണം, മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി ഓഫ് വിസ്കി? ബ്രാൻഡി. ഞാനും ബ്രാൻഡി. അത് ബ്രാൻഡിക്ക് ഇതെല്ലാം വേണ്ട, എരിവ് ഉണ്ട്. വേറെ ബിസ്ക്കറ്റ് ഉണ്ടോ? ബിസ്ക്കറ്റ് ഉണ്ടോന്നാ? ഈ രാഘവട്ടം വെച്ചെടുത്തൊരു സാധനം വെക്കൂല. ഓറഞ്ച് ബിസ്ക്കറ്റ് നല്ല അടിപൊളി ബിസ്ക്കറ്റ്. 1 ലിറ്റർ സോഡ. അപ്പൊ എത്ര ഏട്ടാ? കണക്ക് കൂട്ടാറെ കണക്കിന്റെ മാഷാവത്തി. 100 കൊടുക്കാൻ എനിക്ക് 50 ആവശ്യമുണ്ട്. 150. 150. സോഡ എത്ര ഏട്ടാ? പൈസ അതിന് വേഗം പോ. ഓക്കെ. എത്ര പേരല്ലേ?
എത്ര ആളായാലേ 100 പിടി പോല പോകുമ്പോ വീട്ടിൽ പോയി കഴിച്ചു കേട്ടോ എടുത്തോടാ കേട്ടോ ഇയാൾ ഏത് ഭാഗത്താ ഇപ്പം വരല് പറയാൻ പറ്റുള്ളൂ. രാഘവട്ടാ വളരെ ഉപകാരം. അതെ നമുക്ക് പോയിട്ട് ആ സാധനം മേടിച്ച് കയ്യോടെ നേരാക്കാം. ബാ. എന്തേ കൊടുത്തു ഞാൻ ഇട്ട തൂക്കിയിട്ട് സാധനം എടുത്തു 5 തൂക്കിയിൽ പോയില്ലേ എന്തെല്ലാം പോയിട്ടുണ്ടാവും ഇനി എന്താ നോക്കണ്ടേ എവിടെ നോക്കണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു എന്തെല്ലോ പോയി നീ ആർക്ക് അതിന്റെ പൈസ തരണം എന്തിനു ഞാൻ തരുന്നേ? പിന്നെ ആര് നീ അല്ലേ പറഞ്ഞു ദൈവം നോക്കിക്കോളും നിങ്ങൾ ആത്മാട്ടായിട്ടെന്ന് അല്ല നിങ്ങൾ ഇവിടെ വന്നതിന് അത് പിന്നെ രാഘവേട്ടാ ഇന്നത്തെ ദിവസം രാഘവേട്ടൻ എന്റെ കൂടെ കടയിൽ നിന്ന് പുറത്തു വരണമെന്നും ആ സമയത്ത് ആരെങ്കിലും വന്ന് ഇത് എടുക്കുന്നും ദൈവനിശ്ചയവും അത് ഞാൻ എന്ത് ചെയ്യാനാ? എടാ സുഗത ഞാൻ അമ്പലത്തിൽ പോലും കാണിക്കയിടയിലും പ്രാർത്ഥിക്കലെല്ലാം ഉണ്ട്. ദൈവം തരുന്ന വിചാരിച്ച് വീട്ടിൽ പോയി മലന്ന് കിടന്നാല് ദൈവം ഇങ്ങ് ഉരിച്ചു തരുകയും ചെയ്യില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ തരേണ്ട പൈസ എനിക്ക് നീ തരണം. ആ പൈസ നീ തരണം. രാഘവേട്ടാ മണ്ടോതിരിക്ക് ശമ്പളം കിട്ടിയിട്ട് പൈസ എനിക്ക് തന്നിട്ടില്ല. അവള് പൈസ തരുമ്പോ ഞാൻ കൊടുന്നു തരാം. അതും ദൈവനിശ്ചയമായിരിക്കും അല്ലേ?